ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഓഡിയൻസിന്റെ മുമ്പിൽ സംസാരിക്കാൻ വരുന്നത്. അതിന്റെ ചെറുതായിട്ടുള്ളൊരു പേടിയുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സൗണ്ട് കുറവായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിലുള്ള എൻ്റെ ആ ഒരു ഇന്നർ വോയിസിന് സൗണ്ട് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആൻഡ് ഞാൻ എന്തുകൊണ്ട് മോട്ടോർ സ്പോർട്ട് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ അതിൽ എനിക്ക് പാഷൻ കണ്ടോണ്ടാണ്. അപ്പം ഇവിടെ എല്ലാവരും അവരെ ടേണിംഗ് പോയിന്റ് 10th +2 അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 10th ഒരു സർട്ടിഫിക്കറ്റ്, +2 ഒരു സർട്ടിഫിക്കറ്റ്, ഡിഗ്രി ഒരു സർട്ടിഫിക്കറ്റ്, അതിൽ ഇത്ര മാർക്ക് അച്ചീവ് ചെയ്യണം. അത് മാറ്റി വെച്ചിട്ട് 10th വരെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് പഠിക്കണം. നിങ്ങൾ ആ 10th ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ 10 കൊല്ലം ആ ഒരു എഡ്യൂക്കേഷൻ സ്കൂളിൽ നിന്ന് തരുന്നത്. നമ്മൾ പല സ്റ്റുഡൻസിന് വരുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ എന്തിനോ വേണ്ടി പഠിക്കും, ആ മാർക്കിന് വേണ്ടിയിട്ടോ ആ ഒരു എക്സാമിന്റെ പേടിയിലോ വീട്ടുകാർ തരുന്ന പ്രഷറിലോ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഉള്ള ആ ഒരു ഫേസ് ആലോചിച്ചിട്ടോ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ മനസ്സറിഞ്ഞ് പഠിക്കാം. നിങ്ങൾക്ക് നാളെ ലൈഫിൽ പല കാര്യങ്ങളും അവിടുന്ന് യൂസ്ഫുൾ ആവും. അപ്പം ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു റേസിംഗ് ഡ്രൈവർ എന്ന് നോക്കുമ്പം ഒരു ട്രാക്കിൽ കാർ എടുത്തിട്ട് ആ ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. പക്ഷെ ഒരു ഡ്രൈവർ ഇതിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എവറി മില്ലി സെക്കൻഡ് മാറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഞങ്ങൾ അവിടെ കൊടുക്കുന്ന ബ്രേക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് 60 to 100 കിലോനാണ്. നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. പിന്നെ G-ഫോഴ്സസ് എന്ന് പറയുന്നത് 2G to 5G ആണ്. അവിടെ എനിക്ക് ഫിസിക്സ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ബയോളജിക്കൽ ബാലൻസ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം ഒരു കംപ്ലീറ്റ് സെഷൻ കഴിയുമ്പോൾ ഞങ്ങൾ 2 to 5 kg ബോഡി വെയിറ്റ് ലോസ് ഉണ്ടാകും ഒരു സിംഗിൾ ഡേയിൽ. അപ്പോൾ അത്രയും ഹാർഡ് വർക്കും അത്രയും മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഹാർഡ് വർക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ പോകുന്നത്. പക്ഷെ ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് ഡയറക്റ്റ് റേസിംഗ് ട്രാക്കിലേക്കല്ലായിരുന്നു പോയത്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കിയപ്പം ഇവിടെ ട്രാക്കില്ല, ഇവിടെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ഈ ഒരു ഡ്രീം എൻ്റെ മുമ്പിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ഈ 10th ആണ് ടേണിംഗ് പോയിന്റ്, +2 ആണ് ടേണിംഗ് പോയിന്റ്, ഈ സർട്ടിഫിക്കറ്റ് മാർക്കിന് വേണ്ടി ആ ഒരു രീതിയിൽ പഠിച്ച് മാർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടാതായപ്പോൾ ഞാനും മെന്റലി ഡൗൺ ആയ ടൈമുകൾ ഉണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനാണ് പോയത്. എനിക്ക് സയൻസ് പഠിക്കാൻ ഇഷ്ടമാണ്, ഹ്യൂമൻ അനാട്ടമി പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്ത് പഠിക്കുമ്പോഴും ഞാൻ അപ്പോഴും അപ്പൊ ഞാനൊരു ഹാർട്ടിന്റെ ഫംഗ്ഷൻ പഠിക്കുകയാണെങ്കിൽ എന്താണ് ആ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് പഠിക്കുക. എനിക്ക് എക്സാമിൽ മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് എന്നെ ബോധർ ചെയ്യുന്ന കാര്യമില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ട്രാക്കിൽ ലാസ്റ്റ് റേസ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഡെവലപ്മെന്റ് എത്ര ആണെന്നാണ് ഫോക്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇപ്പം മറ്റുള്ളവർക്ക് മുമ്പിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്. പക്ഷെ നിങ്ങൾക്ക് എവിടാണ് നിങ്ങളെ കൂടുതലായിട്ട് ഹാർഡ് വർക്കും സാക്രിഫൈസും എല്ലാം കൊടുക്കാൻ പറ്റാന്ന് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഒരു സെറ്റ് ഉണ്ടാക്കണം. അപ്പം ഈ നിങ്ങളെ ചുറ്റുമുള്ള കോഴ്സസ് കുറെ ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റി കുറെ ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഡിസ്റ്റൻസ് ആയിരിക്കും ഫീൽ ചെയ്യുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ അക്കൗണ്ടിൽ ഒരു 500 രൂപ പോലും ഇല്ലാത്ത സമയത്താണ് $1 million എക്സ്പെൻസീവായി വരുന്ന ഒരു ഡ്രീമിനെ ഞാൻ ചൂസ് ചെയ്തത്. എല്ലാവരും പറഞ്ഞു ഇമ്പോസിബിൾ ആണ്. നോർമലി യൂറോപ്പ് ഡ്രൈവേഴ്സ്, UK ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ 4 വയസ്സ് മുതൽ ഇതിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇന്ത്യൻ F4 ഫസ്റ്റ് പോയ സമയത്ത് ആ 12 ഡ്രൈവേഴ്സാണ് ഉള്ളത്. അതിൽ ഞാൻ ഒരൊറ്റ ഫീമെയിൽ ആയിരുന്നുള്ളൂ. അതിൽ ബാക്കി ഡ്രൈവേഴ്സും അവർക്ക് 6 to 10 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. പക്ഷെ എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ ഓൾറെഡി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഫസ്റ്റ് എൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും കഴിഞ്ഞപ്പം 6 to 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സും ഞാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് കോൺഫിഡൻസ് ലെവലായിരുന്നു. അപ്പം ഞാൻ ടോപ്പ് 5 ഡ്രൈവർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് എന്നെ അവര് പറഞ്ഞു, ലൈക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ യു ആർ ടോപ്പ് 5 ഡ്രൈവേഴ്സ് ആണ്, യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ റേസിംഗ് ഡ്രൈവർ അങ്ങനെ ഇങ്ങനെയെന്ന് പറയും. പക്ഷെ 99% ഓഫ് എൻ്റെ ഹാർഡ് വർക്ക് പല സ്ഥലത്ത് ഫെയിൽ ആയിട്ടുണ്ട്. എനിക്ക് മെന്റലി ഞാൻ ഡൗൺ ആയ സമയത്തുണ്ട്, കുറേ സെറ്റ് ബാക്സ് ഉണ്ട്.
കുറെ സമയം 200% ഗിവ് അപ്പ് ചെയ്ത് പറ്റൂല, ഇമ്പോസിബിൾ ആണ്, അങ്ങനെ പല പല സെറ്റ് ബാക്സും ആണ് എനിക്ക് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ പാഷനേറ്റ്ലി ഒരു സാധനത്തിന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ പൂർണ്ണ മനസ്സറിഞ്ഞുകൊണ്ട് അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഓരോ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ജനിച്ചു വളർന്ന സിറ്റുവേഷനോ എൻ്റെ പാരൻസ് എനിക്ക് തരുന്ന സപ്പോർട്ടോ എൻ്റെ സർക്കിളോ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ നാളെ എന്താവണം എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ നിന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു പാത്തായിരിക്കണം. ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇപ്പം നമുക്കൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ 3 എലമെന്റ്സ് മതി: ചായപ്പൊടി, പഞ്ചസാര, പാല്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരേപോലെ ഈ ഒരു 3 എലമെന്റ്സ് തന്നിട്ട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞ എല്ലാവരുടെ ടേസ്റ്റ് ഒരേപോലെ ആയിരിക്കില്ല. അതിൽ പാഷൻ വെച്ചിട്ട് ആരാണോ മനസ്സറിഞ്ഞ് ഉണ്ടാക്കുന്നത് അതിന്റെ ടേസ്റ്റ് ആയിരിക്കും നല്ല രീതിയിൽ വരിക. അപ്പം അതുപോലെ ആയിരിക്കണം നിങ്ങൾ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ. ഇപ്പം നമുക്ക് ലൈഫിൽ ഓരോ റോളുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പാരൻസിന്റെ മകളാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ അവരൊരു കൂടെ ഉള്ളൊരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ ഓരോ ക്യാരക്ടറിൽ പോകുമ്പം അതിൽ നമ്മൾ നല്ല മനുഷ്യനായി നല്ല രീതിയിൽ നമ്മുടെ 100% കൊടുക്കുക. പിന്നെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടി നിങ്ങൾ ടോപ്പ് ലെവലായി എന്നുള്ളതല്ല. അത്ര കാലം പഠിച്ചതിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിലാണ്. അത് നിങ്ങൾ നാളെ ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ നിങ്ങളെ ലിമിറ്റേഷൻസ് അത് മറ്റുള്ളവർ പറഞ്ഞിട്ട് വെക്കേണ്ട ഒരു കാര്യമല്ല. അവൾ അങ്ങനാണ്, അവളിങ്ങനാണ്, നിങ്ങൾ അതുപോലെ ആവണം എന്നുള്ള പറഞ്ഞിട്ട് സിറ്റുവേഷൻ അല്ല. നമ്മളെല്ലാവരും അറ്റ് ദി എൻഡ് ഇറ്റ്സ് ഓൾവേസ് യു വിത്ത് ഇസ് യു. നമ്മളെ ഈമാനാണ്, നമ്മളെ വിദ്യാഭ്യാസമാണ്, നമ്മളെ കാര്യമാണ്. അതിൽ നമ്മളെ ചുറ്റുപാടും ആരൊക്കെ കൂടെ നമ്മളെ ഈ ഒരു ജേണിയിലുണ്ടോ അവരാരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക, അവരുടെ അടുത്ത് നല്ല മനുഷ്യനാകുക എന്നല്ലാതെ നിങ്ങള് പിന്നെ എല്ലാവരും ബോധർ ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു പാരൻസ് ആയിട്ട് കുട്ടികളോട് പറയുമ്പോൾ ബോധർ ചെയ്യാത്തൊരു കാര്യമാണ് ആ കുട്ടി എന്താണ്, ആ കുട്ടിക്ക് എന്താവണം എന്നുള്ളത്. ഇപ്പം മറ്റുള്ളവരെ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ മക്കളെ കമ്പയർ ചെയ്യരുത്. ഇപ്പം എൻ്റെ റേസിംഗ് ഹെൽമെറ്റിന്റെ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സിഗ്നേച്ചേഴ്സ് ആണ് ഞാൻ വെച്ചത്. കാരണം ഞാൻ ജനിച്ചു വളർന്ന് ഇത്രയും കാലമായിട്ടും എൻ്റെ വീട്ടിൽ ഞാനൊരു പെൺകുട്ടിയാണ്, എൻ്റെ ബ്രദർ ഒരു ബോയ് ആണ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു രീതിയിൽ ഞങ്ങളെ ലിമിറ്റേഷൻസ് അവർ വെച്ചിട്ടില്ല. അപ്പം ഉപ്പ എപ്പോഴും പറയാം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവണം, നമ്മൾ പാഷൻ ഉണ്ടാവണം, നമ്മളെ കാര്യം. അപ്പം എനിക്കിപ്പം എൻ്റെ വീട്ടിൽ പാരൻസിനെ വിളിച്ചിട്ട് ഞാൻ ഇവിടെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതാണെന്ന് ചെയ്യുമ്പം അവരെ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ചിലപ്പോൾ നിങ്ങളെ പാരൻസിന് മനസ്സിലാവുന്നുണ്ടാവില്ല, ഓക്കെ നിങ്ങളെ ഡ്രീം ഇതാണ്, പക്ഷെ അവർ ജനിച്ചു വളർന്ന സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ അവരെ ലാംഗ്വേജിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. പിന്നെ പെൺകുട്ടി ആയത് കൊണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പം ഞാനൊരു പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഹൗ എ മുസ്ലിം കേരള വുമൺ കെയിം ഇൻ ടു ഫോർമുല കാറ്റഗറി. ഞാൻ ഫസ്റ്റ് തന്നെ ഓൾറെഡി അവർക്ക് മെസ്സേജ് അയച്ചു, പറഞ്ഞു എന്തിനാ ആ ഒരു വേർഡ് ഇടണം. നിങ്ങളിപ്പം ജനിച്ച വീടിന്റെ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങൾ ഗേൾ ആണോ ബോയ് ആണോ എന്നുള്ളതല്ല, നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അതൊരിക്കലും ഇങ്ങനെ നിങ്ങളുള്ളിൽ തന്നെ ലിമിറ്റേഷൻസ് വെക്കരുത്. ഞാനൊരു പെൺകുട്ടിയാണ്, ഞാൻ ഒരിക്കലും പറയില്ല ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും സെയിം ആണെന്ന്. ബയോളജിക്കലി ഡിഫറെൻ്റ് ആണ്. എനിക്കൊരിക്കലും ഒരു ബോയിനെ പോലെ ആക്ട് ചെയ്യാനോ ഇതാക്കാനോ പറ്റില്ല. പക്ഷെ ഞാൻ എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഈ ഒരു സ്പോർട്സിൽ ഞങ്ങൾക്ക് ഹൈ എൻഡോറൻസ് പെർഫോമൻസ് ആണ്, നമ്മുടെ കോർ സ്ട്രെങ്ത്തും വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ അതനുസരിച്ച് ചെയ്യണം. അപ്പൊ എനിക്കൊരിക്കലും ഞാനും ബോയും സെയിം ആണെന്നുള്ള രീതിയിൽ ഒരേ കാറിൽ കയറി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ബോയിനേക്കാളും ചിലപ്പോൾ 2 മടങ്ങ് കൂടുതൽ പ്രയത്നിക്കണം. അപ്പം നിങ്ങൾ ഗേളാണോ ബോയ് ആണോ, എവിടെ നിന്ന് ജനിച്ചു, എന്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ലിമിറ്റേഷൻ നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ചിലപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ടില്ല, ഞാൻ BBA ആണ് എടുത്തത്, പക്ഷെ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഓൾറെഡി ഇഷ്ടമാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡ് മുതൽ പാലിയേറ്റീവ് വർക്കിംഗ് ചെയ്യുന്നുണ്ട്.
ഞാൻ പിന്നെ IPM-ലൊക്കെ പാലിയേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് വീട്ടിൽ പട്ടിണി എടുക്കുന്ന ഒരു ഫാമിലി മുതൽ ഞാൻ പിന്നെ അത്രയും 5-സ്റ്റാർ ഹോട്ടലിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ള ആ ഒരു സ്പെക്ട്രം എനിക്കറിയാം. പക്ഷേ എന്തിനാ പറഞ്ഞു, സോറി. അപ്പം നമ്മളെ മൈൻഡ് സെറ്റിൽ ആ ലിമിറ്റേഷൻസ് കീപ്പ് ചെയ്യാതെ നിങ്ങളെ റിഫ്ലക്ഷൻ എന്താണോ വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഡിഗ്രി എന്താണോ അത് ചൂസ് ചെയ്യുക. അപ്പം ഞാൻ BBA എടുത്തിട്ടില്ല എന്നായിരുന്നല്ലേ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നി ഞാൻ കോളേജിൽ പോയി 3 years അവിടെ പഠിച്ചിട്ട് പുറത്ത് വന്നിട്ടുള്ളൊരു 5 to 9 ജോബല്ല എനിക്ക് ചെയ്യേണ്ടത്. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു ടൈം പീരീഡിൽ ഞാൻ ഇതിൻ്റെ ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഞാൻ ഓൾറെഡി അമിറ്റിയിൽ BBA ഡിസ്റ്റൻ്റായി പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആർട്ട് ചെയ്യാറുണ്ട്, ക്രിയേറ്റീവ് ഡിസൈനിങ് ചെയ്യാനുണ്ട്, വലിയ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് അവരെ ബിസിനസ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പാഷനേറ്റ്ലി പഠിക്കുന്ന ഒരു സാധനമാണ്. അപ്പം എനിക്കൊരു കാര്യം പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാൻ അത് പഠിച്ചെടുക്കാൻ നോക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പം ലൈഫിൽ കുറേ സെറ്റ് ബാക്സ് വരും, ഫെയിലിയേഴ്സ് വരും. പിന്നെ നിങ്ങൾ ഈ പ്രോസസ്സ് കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു കാര്യവും വരും. നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. ചിലപ്പം നിങ്ങൾ തന്നെ സെൽഫായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് പനിയും വേറെ എന്താ അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു മെന്റലി ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവിക്കുന്ന ഒരാൾക്കാരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ആൾക്കാർ ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനത്തെ ഏത് ഫേസിൽ കൂടെ പോവുകയാണെങ്കിലും ലൈഫിൽ ഫെയിലിയേഴ്സ് വരികയാണെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറയും, ഞാനിപ്പോൾ ഇവിടെയൊക്കെ 100% സക്സസ്ഫുൾ ജേർണി അല്ല. ഞാൻ പറയും 99% ഞാൻ ഫെയിലിയർ ആണ്, 1% ഞാൻ പഠിച്ച ലെസൺസ് ആണ്. അപ്പം ഡെയിലി രാത്രി നിങ്ങൾ ഈ ഫോണ് കാര്യം ഔട്ടർ മീഡിയ മാറ്റി വെച്ചിട്ട് ഒരു 30 മിനിറ്റെങ്കിലും അന്നത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന് എന്തായിരുന്നു, ഇന്ന് എന്തൊക്കെ നിങ്ങൾ ഗോ ത്രൂ ചെയ്തു, നല്ലതായിട്ടും ചീത്തയായിട്ടും ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. എന്നിട്ട് അതിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ ഇത് ഇന്നത്തെ കാര്യം കൊണ്ട് ബാഡായിട്ട് നടന്നു, ഇതെനിക്ക് നാളത്തേക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കി അതിനെ ബാക്കോട്ടേക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയണം. രാവിലെ എണീക്കുമ്പം ഇന്നിനി എന്തൊക്കെ, എല്ലാ ദിവസവും ഒരു പുതിയൊരു ദിവസമാണ്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാക്കണം. നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെയും പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അറ്റ് ദി എൻഡ് നിങ്ങളൊരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. ഇതില് എത്ര ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു രീതിയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ ഒരാൾക്ക് പോലും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അവർ ചൂസ് ചെയ്യുന്ന ഒരു പാത്തിൽ മനസ്സറിഞ്ഞുകൊണ്ടൊരു എവിടെയെങ്കിലും എത്താൻ കഴിയുകയാണെങ്കിൽ ഐ ബി ഹാപ്പി ഫോർ ദാറ്റ്. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ വന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. Thank you so much. Thanks a lot.